ഓം ശാന്തി. സെക്കൻഡിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കി ഞാൻ എൻ്റെ സത്യസ്വരൂപത്തെ കാണുകയാണ്. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ഞാൻ ഒരു ജ്യോതിർമയ ആത്മാവാണ്. ഞാൻ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണ കുലഭൂഷൺ ശ്രേഷ്ഠ ആത്മാവാണ്. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ സ്വയം പരംപിത ശിവപരമാത്മാ ബ്രഹ്മ ശരീരത്തിൽ അവതരിച്ച് ദിവ്യജ്ഞാനം നൽകി. എനിക്ക് ദിവ്യജന്മം നൽകി. മുഴുവൻ ലോകത്തിലും അജ്ഞാനമാകുന്ന രാത്രിയിൽ ജ്ഞാനസൂര്യ ശിവബാബ ബ്രഹ്മ ശരീരത്തിൽ അവതരിച്ച് ദിവ്യജ്ഞാനം നൽകി ദേവി സൃഷ്ടിയുടെ സ്ഥാപന ചെയ്യുന്നു. ഈ ദിവ്യ അവതരണ സമയമാണ് ശിവജയന്തി, സത്യമായ ശിവരാത്രി. പ്രിയ ബാബയുടെ ജന്മദിനമാണ്. നമ്മൾ കുട്ടികളുടെയും ജന്മദിനമാണ്. സ്നേഹസാഗര ബാബയുടെ ജന്മവും ഒരുമിച്ച് വസിക്കുന്നതും പോകുന്നതും ഒരുമിച്ച്. ഞാൻ ബാബയുടെ കൂടെ സദാ കമ്പൈൻഡ് ആയിരിക്കുന്നു. ഞാൻ ആത്മാ ജ്ഞാനത്തിൻ്റെയും പ്രേമത്തിൻ്റെയും രൂപത്തിൽ ശിവജയന്തി ആഘോഷിക്കുന്നു. ശിവഭക്തർ ശിവലിംഗത്തിൽ നിരന്തരം അഭിഷേകം ചെയ്യുന്നു. ഞാൻ എൻ്റെ ബുദ്ധിരൂപി കലശത്തിൽ നിറച്ചിരിക്കുന്ന ജ്ഞാനാമൃതം നിരന്തരം പരമാത്മാവിൻ്റെ നേരെ സമർപ്പിക്കുന്നു. സത്യമായ ശിവരാത്രി ആഘോഷിക്കുന്നു. ശിവഭക്തർ മുഴുവൻ രാത്രിയും ജാഗരണം ചെയ്യുന്നു. ഞാൻ ബ്രാഹ്മണ ആത്മാ എൻ്റെ ജ്ഞാന നേത്രം തുറന്നു വെച്ച് സത്യമായ ജാഗരണം ചെയ്യുന്നു. ആലസ്യത്തിൻ്റെയും അലസതയുടെയും നിദ്രയിൽ നിന്നും ജാഗ്രതമായിരിക്കുന്നു. എൻ്റെ ബുദ്ധിയിൽ ജ്ഞാനത്തിൻ്റെ നിരന്തര ജാഗൃതി ഉണ്ടാകുന്നു. ഞാനൊരു ശ്രേഷ്ഠ പാട്ടുധാരി ആക്ടറാണ്. പരമധാമത്തിൽ നിന്നും ഈ രംഗമഞ്ചത്തിൽ വന്നതാണ്. ഇപ്പോൾ എനിക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഞാൻ ശിവബാബയിൽ നിന്നും സമ്പൂർണ്ണ പവിത്രത സുഖശാന്തിയുടെ ജന്മസിദ്ധ അധികാരം പ്രാപ്തി ചെയ്യുന്നു.
ഞാൻ ആജീവനാന്തം പവിത്രതയുടെ വ്രതമെടുത്തിരിക്കുന്നു. എൻ്റെ മനസ്സിനെ പരംധാമ നിവാസി ശിവബാബയുടെ അടുത്ത് സത്യമായ വാസം ചെയ്യുന്നു. ഞാൻ ആത്മാ പൂർണ്ണ സംഗമയുഗത്തിൽ സത്യശിവരാത്രി സത്യശിവമിലനം ആഘോഷിക്കുകയാണ്. ഞാൻ ബാബയുടെ കൂടെ ഇരിക്കുന്നു. സ്വീറ്റ് ഹോമിലേക്ക് ബാബയുടെ കൂടെ പോകും. ബാപ്പ് ദാദ നാനാഭാഗത്തുമുള്ള അതിസ്നേഹികളായ ആത്മാക്കളോട് മിലനം ചെയ്യുന്നു. ഈ അലൗകിക സ്നേഹം അനേക ജന്മങ്ങൾ കൂടെ ഉണ്ടാകും. ഓരോ കുട്ടിയും ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും പറയുന്നു, ഞാൻ ബാബയുടെ കൂടെ കമ്പൈൻഡ് ആണ്. മുന്നോട്ടുള്ള വാഗ്ദാനമാണ്, കൂടെയിരിക്കും, മധുരമായ വീട്ടിലേക്ക് കൂടെ പോകും. കുട്ടികളുടെ ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ആഹാ ബാബ എന്ന ശബ്ദം ബാബയുടെ കാതുകളിൽ മുഴങ്ങുന്നു. കുട്ടികൾക്ക് ബാപ്പ് ദാദ ദിവ്യജന്മത്തിൻ്റെ ആശംസകൾ നൽകുന്നു. ഭക്താത്മാക്കൾ ഈ ദിവസം വ്രതമെടുക്കുന്നു. ജ്ഞാനികൾ പവിത്രതയുടെ വ്രതമെടുക്കുന്നു. അംശം പോലും അപവിത്രത ഉണ്ടെങ്കിൽ സമ്പൂർണ്ണ പവിത്ര ആത്മാവാണെന്ന് പറയില്ല. ബ്രഹ്മചര്യത്തോടൊപ്പം ബ്രഹ്മചാരിയുമാകണം. കുറവുകളുടെ വാതിൽ തുറക്കുമ്പോൾ അപവിത്രതയെ ആഹ്വാനം ചെയ്യപ്പെടുന്നു. ജന്മമെടുത്തപ്പോൾ തന്നെ എനിക്ക് ആദ്യം ബാബ വരദാനം നൽകിയിരുന്നു. പവിത്ര ഭവ, യോഗി ഭവ. ബാബ പറയുന്നു, ഇന്നത്തെ ദിവസം കുട്ടികൾ അലസത, ആലസ്യം, ഒഴിവ് കഴിവിൻ്റെ നിദ്രയിൽ സുഖമായി ഉറങ്ങുന്നു. ബാബയുടെ ശ്രീമതത്തിലൂടെ ക്രോധത്തെ സമാപ്തമാക്കുന്നു. ക്രോധത്തിൻ്റെ കുട്ടിയായ അഭിമാനവും വ്യത്യസ്ത പ്രകാരത്തിൽ വരുന്നു. ബാബ എന്താണോ ദിവസവും പറയുന്നത് അത് ഓർമ്മയിൽ വെക്കാതെ അവർ ചെയ്തത് ആവർത്തിച്ച് ഓർമ്മിക്കുന്നു. സംസ്കാരത്തിൻ്റെ ഏറ്റുമുട്ടലായാലും സ്വഭാവത്തിൻ്റെ ഭിന്നതയാണെങ്കിലും മൂന്നാമത്തെ കാര്യമാണ് ദുർബലതകളുടേത്. സത്യമായ അച്ഛൻ എൻ്റെ കൂടെയുണ്ട്. മുഴുവൻ അസത്യമായ ലോകം ഒരു ഭാഗത്താണെങ്കിലും ബാബ കൂടെയുണ്ട്. അപ്പോൾ എൻ്റെ വിജയം നിശ്ചയിക്കപ്പെട്ടതാണ്. അതാർക്കും അനക്കാൻ കഴിയില്ല. ബാബയ്ക്ക് ഒഴിവ് കഴിവിഷ്ടമല്ല.
നല്ലതാകുന്നു, നല്ലതായിരിക്കും. ബാബ പറയുന്നു, നല്ലത് നല്ലത് നല്ലത്. ഈ പാട്ട് പാടുന്ന ഒഴിവ് കഴിവ് സമാപ്തമാക്കൂ. ആലസ്യം, അലസത ഇത് നിരന്തരം ദൃഢസങ്കല്പത്തിലൂടെ സമാപ്തമാക്കൂ. ബാബയുടെ ഹൃദയ സിംഹാസനസ്ഥനായി ഇരിക്കണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. പരിധിയുള്ള സർവ ആഗ്രഹങ്ങളുടെയും ത്യാഗം ചെയ്യുന്ന സത്യമായ തപസ്വി മൂർത്തിയായി ഭവിക്കൂ. തപസ്വി മൂർത്തി എന്നാൽ പരിധിയുള്ള ഇച്ഛ മാത്രം, അവിദ്യാസ്വരൂപം. എടുക്കുന്ന സങ്കല്പം ചെയ്യുന്നവർ അല്പകാലത്തേക്ക് എടുക്കുന്നു, സദാകാലത്തേക്ക് നഷ്ടപ്പെടുത്തുന്നു. പരിധിയുള്ള സ്ഥാനമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ത്യാഗം ചെയ്ത് വിധാതാവാകൂ. വിധാതാവിൻ്റെ സംസ്കാരം ഇമോർജാകുമ്പോൾ മറ്റ് സംസ്കാരങ്ങൾ സ്വതവേ ഇല്ലാതാകുന്നു. ഓരോ സെക്കൻഡും ഓരോ ശ്വാസത്തിലും ബാബയും ഞാനുമായി കമ്പൈൻഡ് ആയിരിക്കുന്നു. സ്നേഹവും ശക്തിയും രണ്ട് രൂപങ്ങളും കമ്പൈൻഡ് ആകുന്നു. ഓം ശാന്തി.